ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഫുജൈറയിലേക്കാണ്. ഇപ്പോൾ ഗൾഫിലെ ഫസ്റ്റ് മഴയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ ഗൾഫിൽ വന്നിട്ട് ആദ്യമായിട്ട് കണ്ട മഴയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. ഫുജൈറ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഫുള്ള് കുന്നുകളാണ്. അപ്പോൾ മാനം മുട്ടി നിൽക്കുന്ന ഒരുപാട് കുന്നുകൾ, അവർ ഒരുപാട് കഥകൾ പറയുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ പോകുന്ന വഴിക്ക് മഴവെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മഴ പെയ്തപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മഴ പെയ്തപ്പോൾ പ്രകൃതി തന്നെ ഒരുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു വലിയ തുള്ളിയിൽ നിന്ന് പല തുള്ളികളായി പല കൈവഴികളായി ഒഴുകി പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പടികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കയറിയിട്ട് മുകളിലോട്ട് പോകണം. ഗൾഫ് എന്ന് കേട്ടപ്പോൾ ആദ്യമായിട്ട് എനിക്ക് മനസ്സിൽ ഓടി വന്നത് ഒരുപാട് കെട്ടിടങ്ങളും വാഹനങ്ങളൊക്കെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നാടിൻ്റെ നേർമേലും ഒപ്പിയെടുത്തൊരു സ്ഥലം. തെളിനീര് പോലുള്ള വെള്ളവും പൂത്തു നിൽക്കുന്ന മാവുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അങ്ങനെ ഓരോ പടികൾ കയറി ഞാൻ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ നല്ല വ്ളോഗർ ആവാൻ പറ്റൂ എന്നാണ് ശരതാട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ മാണിക്യം കിട്ടിയൊരു ഫീലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വെള്ളച്ചാട്ടം കണ്ടപ്പോൾ പിന്നെ അവിടത്തേക്കുള്ള പ്രയാണം അങ്ങ് ആരംഭിച്ചു. ഡോറയുടെ പ്രയാണം പോലെ കല്ലും മലയും താണ്ടി നമ്മൾ അവിടെ എത്തി. അങ്ങനെ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ണിലുടക്കിയൊരു സംഭവമാണ് ഇത്. അപ്പം ചെറിയൊരു ഗുഹയാണിത്. ഇത് കണ്ടപ്പോൾ നമ്മുടെ കുട്ടേട്ടാ എന്നുള്ള ഒരു വിളി ഓർമ്മ വന്നു കേട്ടോ. ഗുണ കേവ് പോലെയൊന്നും അല്ല കേട്ടോ, ചെറിയൊരു ഗുഹ. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. ഇവിടെ കംപ്ലീറ്റ് കൃഷിയാണ്. നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു ഇടനാഴിയിലൂട്ടിയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനിത് എന്തറിഞ്ഞിട്ടാണ് മുന്നിൽ നയിക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ കൃഷിയുടെ പാരമ്പര്യ തനിമയിലേക്ക് ഒരു എത്തിനോട്ടം എന്ന് വേണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എന്തോന്ന് ഇത് മലയാളം ക്ലാസ്സോ. അപ്പോൾ ഇവിടുത്തെ ലൈറ്റൊക്കെ റാന്തൽ ഷേപ്പിലുള്ളതാണ് കേട്ടോ. ഇവിടുത്തെ വെള്ളം ഭയങ്കര ക്ലിയർ ആണ് കേട്ടോ. പിന്നെ ഇതാ എന്നെ പോലെ മണ്ട പോയതൊക്കെ ഇവിടെ തന്നെയുണ്ട്. അത് ശരത്താട്ടം നല്ല വൃത്തിക്ക് സൂം ചെയ്തെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പുറത്തേക്കുള്ള വഴിയാണ്. ഇവർ ഇതിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ
ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഇവരുടെ മത്സ്യകൃഷിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നാട്ടിലെ വാഴയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ പുതിയ മുഖങ്ങൾ കണ്ട് ഒരാൾ ഇവിടെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. ആട് വളർത്തലൊക്കെ ഇവിടെയുണ്ട്, കോഴി വളർത്തലും ഉണ്ട്. അങ്ങനെ ആ സ്ഥലത്തോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഡിസ്നി കഥകളിലൊക്കെ കാണുന്ന മാന്ത്രിക കൊട്ടാരം പോലുള്ള ഒരു സംഭവം ഇവിടെ കണ്ടു. നല്ല ഭംഗിയുള്ള പ്ലേസ് ആണ് കേട്ടോ. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ സ്റ്റേ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ഹട്ട് പോലെയാണ് ഉള്ളത്. പഴയകാല രീതിയിലുള്ള വീടുകളുടെ മാതൃകയിലാണ് ഇവിടെ ഓരോന്നും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഞാനിതൊക്കെ കണ്ട് വാവളന്തയായിട്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടാ. അപ്പം ഇത് താഴത്തെ വ്യൂ ആണ്. അവിടെ എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ട്. ഇതാണ് ഏറ്റവും മുകളിലത്തെ വ്യൂ. അപ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ചെറിയൊരു മുറിയുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലേക്ക് കയറാനൊരു പടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് അവരുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. അപ്പോൾ ശരത്താട്ടനും ബാബുചേട്ടനും അത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലത്തോടെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. പിന്നെ നമ്മൾ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്. ഇവിടുത്തെ കുന്നുകളൊക്കെ തുറന്ന് വലിയ ടണലുകളൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. ബീച്ചിൽ ചെറിയ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ലൈറ്റ് സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ടൈം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. ഓരോ യാത്രയും ഒരു ചെറു ചൂട് ചായയിൽ അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് അല്ലേ. ആ ഓർമ്മ ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.